എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന പോസ്റ്റ് ഓഫീസിലേക്ക് പരീക്ഷയില്ലാതെയുള്ള നിയമനത്തിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പരീക്ഷയില്ലാതെ പോസ്റ്റ് ഓഫീസിൽ ജോലി അവസരമുണ്ട്. ഗ്രാമീൺ ടാക്സ് സേവക് GDS ഓൺലൈൻ എൻഗേജ്മെന്റ് 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷയില്ലാതെ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിലായിരിക്കും നിയമനം വരുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് തസ്തികകൾ വരുന്നത് ഗ്രാമീൺ ടാക്സ് സേവക് GDS ആണ്. അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM അല്ലെങ്കിൽ ഡാക് സേവക് അഥവാ പോസ്റ്റ്മാൻ പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് ആണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 3 ആണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്. ജോലി വരുന്നത് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ ജോലി വരുന്നുണ്ട്. മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ഓഫ് പ്രോഡക്ട്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്. ഇതിൽ വരുന്നത് സെയിൽ ഓഫ് സ്റ്റാമ്പ് ഓർ സ്റ്റേഷനറി, കൺവെയൻസ് ആൻഡ് ഡെലിവറി ഓഫ് മെയിൽ അറ്റ് ഡോർ സ്റ്റെപ്പ്, അതായത് മെയിൽ കൊടുക്കുക, അതുപോലെ തന്നെ സ്റ്റാമ്പുകൾ സെയിൽ ചെയ്യുക, പോസ്റ്റൽ ഓപ്പറേഷൻസിന് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ ജോലികളൊക്കെയാണ് വരുന്നത്. അടുത്ത പോസ്റ്റ് ഡാക് സേവക് ആണ്. അതായത് പോസ്റ്റ് മാൻ പോസ്റ്റുകളാണ്. ജോലി വരുന്നത് സബ് പോസ്റ്റ് ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ റെയിൽവേ മെയിൽ സർവീസുകളുടെ ഓഫീസിലൊക്കെ ആയിരിക്കും ജോലി വരുന്നത്. ഈ തസ്തികയിൽ വരുന്ന ജോലി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പോസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ശമ്പളം വരുന്ന എത്രയാണെന്ന് നോക്കാം. BPM പോസ്റ്റുകളിൽ ശമ്പളം ലഭിക്കുന്നത് 12,000 മുതൽ 29,380 രൂപ വരെയാണ്. ഇനി ABPM ഓർ ഡാക് സേവക് ആണെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് 10,000 മുതൽ 24,470 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ഇനി പ്രായപരിധി നോക്കാം. 18 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. കൂടാതെ SC ST കാറ്റഗറി ആണെങ്കിൽ 45 വയസ്സ് വരെയും, OBC ആണെങ്കിൽ 43 വയസ്സ് വരെയും, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. അതായത് കേരളത്തിൽ മലയാളം ആയതുകൊണ്ട് മലയാളത്തിന് നോളജ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് പരീക്ഷയില്ലാതെയാണ് ജോലി ലഭിക്കുന്നത്. അതർ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടറിന് നോളജ് ഉണ്ടായിരിക്കണം, സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം, അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗ്ഗം ഉണ്ടായിരിക്കണം. ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ SC ST OBC EWS PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് ഇന്ത്യ പോസ്റ്റ് GDS online.gov.in ആണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ഈ സൈറ്റിൽ കയറുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഡോക്യുമെൻറ്റ്സും ഇൻഫർമേഷൻ നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉറപ്പായിട്ടും വേണം, ഇമെയിൽ ID, ആധാർ നമ്പർ, നിങ്ങളുടെ 10ാം ക്ലാസ് എക്സാമിൻ്റെ ബോർഡും ഇയർ ഓഫ് പാസിങ്ങും അറിഞ്ഞിരിക്കണം. കൂടാതെ നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെയും ഫോട്ടോയുടെയും സ്കാൻഡ് കോപ്പി ഉണ്ടായിരിക്കണം. ഫോർമാറ്റ് പറയുന്നത് JPG അല്ലെങ്കിൽ JPEG ആണ്. ഫോട്ടോ ആണെങ്കിൽ സൈസ് 50 KB താഴെ ആയിരിക്കണം. സിഗ്നേച്ചർ ആണെങ്കിൽ 20 KB താഴെ ആയിരിക്കണം. അപ്പോൾ ഇത്ര ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ട് വേണം. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ഫീസ് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST കാറ്റഗറിക്കും ഫീമെയിൽ ആപ്ലിക്കൻസിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ളവർക്ക് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഡിവിഷനിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഒരു ഡിവിഷനിൽ തന്നെ നിങ്ങൾക്ക് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ അവസരമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് സൈസിലും ഫോർമാറ്റിലും വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. SC STയുടെയും OBCയുടെ ഒക്കെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്.
ഇതേ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം നിങ്ങൾ ഹാജരാക്കാനായിട്ട്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. 10ാം ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ള മാർക്ക് ബേസ് ചെയ്താണ് സെലക്ഷൻ വരുന്നത്. ഇപ്പോൾ ഗ്രേഡ് ആണെങ്കിലും അത് കൺവേർട്ട് ചെയ്ത് മാർക്കാക്കിയിട്ടായിരിക്കും സെലക്ഷൻ വരുന്നത്. സെലക്ട് ചെയ്ത ക്യാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകേണ്ടതായിട്ടുണ്ട്. സെലക്ട് ചെയ്ത ആപ്ലിക്കൻസിൻ്റെ ലിസ്റ്റ് GDSൻ്റെ ഓൺലൈൻ പോർട്ടലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിലിലോ SMS-ലോ ഒക്കെ തന്നെ വരുന്നതുമായിരിക്കും. സെലക്ട് ആയ കാൻഡിഡേറ്റ്സ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോയാൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിലൊക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം, സ്വയം സാക്ഷ്യപ്പെടുത്തിയ 2 സെറ്റ് കോപ്പിയും കൊണ്ടുപോകണം. എന്തൊക്കെയാണെന്ന് നോക്കാം. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്, ഐഡൻറ്റിറ്റി പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, PWD സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ കൊണ്ടുപോകേണ്ടതാണ്. ഇത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് പരീക്ഷ ഇല്ലാതെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട്. 10ാം ക്ലാസ് മാത്രം മതി. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പരീക്ഷ ഇല്ലാതെ നിയമനമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 3 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.